തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ഹൃദയമിടിപ്പും ശ്വാസവും സാധാരണ നിലയിലേക്ക് എത്തുകയാണെന്ന് മകൻ VA അരുൺകുമാർ അറിയിച്ചു. ഇന്ന് വീണ്ടും മെഡിക്കൽ സംഘം യോഗം ചേരും. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, ശുഭസൂചകമായ വാർത്തയാണല്ലോ. തീർച്ചയായും മനജ, മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായിട്ടുള്ള VS അച്യുതാനന്ദന്റെ നില കഴിഞ്ഞ ദിവസം വരെ അതീവ ഗുരുതരമായ സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് അതുപോലെ തന്നെ ശ്വാസവും എല്ലാം തന്നെ സാധാരണ നിലയിലേക്ക് എത്തി എന്നുള്ളത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി തന്നെ മകൻ അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി അറിയിച്ചിരുന്നു. ഡോക്ടർമാരും ഇത് തന്നെയാണ് പറയുന്നത്. എന്തായാലും നിർത്തിവെച്ചിരുന്ന ഡയാലിസിസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ ഒരു ശുഭ സൂചനയായി കാണുന്നു എന്നുള്ളതാണ് അധികൃതരും വ്യക്തമാക്കുന്നത്. എന്തായാലും വിദഗ്ധ സംഘമടങ്ങിയ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തുടരുകയാണ് എന്നുള്ളതാണ്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്ന വിദഗ്ധ സംഘം, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘം എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ആശുപത്രിയിൽ എത്തിയും അല്ലാതെയും ഈ പട്ടം SUT ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരും അദ്ദേഹത്തിന്റെ പുരോഗതി വിലയിരുത്തി ഇന്ന് ഇപ്പോൾ മെഡിക്കൽ സംഘം യോഗം ചേരുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അതീവ ഗുരുതര നിലയിൽ നിന്ന് നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒട്ടേറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്താണ് VS അച്യുതാനന്ദന്റെ ആരോഗ്യനില എന്നുള്ളത്. അതിൽ ഏറ്റവും പുതിയ വിവരമാണിപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. SUT ആശുപത്രിയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ ഹൃദയമിടിപ്പും ശ്വാസവും സാധാരണ നിലയിലേക്ക് എത്തുകയാണ് എന്നതാണ് മകൻ അറിയിച്ചത്. ഇന്ന് വീണ്ടും മെഡിക്കൽ സംഘം യോഗം ചേരുന്നുണ്ട്.